ലോകപ്രവാചി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീയാമത്തിൽ ഒരു കൊച്ചു കഥാപുസ്തകം അവതരിപ്പിക്കാൻ അല്ലാഹു തുണക്കുമാറാകട്ടെ. ആമീൻ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് പ്രവാചകന്റെ മുന്നിലുള്ള അബൂജഹൽ. ഒരു ഗാനത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. മണ്ണിലന്ന് ശിശുവിരഞ്ഞൊരു കാലത്തന്ന് മുഹമ്മദ് എന്നോരുയർന്ന് പിറന്നു വന്നല്ലോ സത്യമെന്നോ തീരെ വന്നു ശിശു വന്ന് തകർന്നു വീണു ലാത്താളെല്ലാം പൊളിഞ്ഞു വീണല്ലോ നാട്ടിൽ സത്യമെന്ന തൗഹീദിനെ ആദ്യം കൊണ്ടുവന്നവർ അബ്ദുല്ലാഹിന്റെ പുത്രനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്ധകാരത്തിൽ കൊള്ളിയും അക്രമ വിചാരവും അനാചാരം നിറഞ്ഞ നാടായിരുന്നു മക്ക. മുശ്രിക്കുകൾ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു ചന്ത നടന്നുകൊണ്ടിരുന്നു. അവിടത്തേക്ക് എല്ലാവരും വ്യക്തമായിരുന്നു. അവിടെ അനിസ്ലാമിക കൃത്യങ്ങൾ നടക്കുമായിരുന്നു. അങ്ങനെ ഇരിച്ച് ഒരു ദിവസം പിന്നിലെ പട്ടാളക്ക കൂടെ വരുന്നേ മക്കയുടെ ചന്തകാരെ നോക്കി നിൽക്കുന്നേ കാണുന്ന സാധാരണങ്ങൾ വാങ്ങിപ്പോകുന്നേ. അതായിരിക്കും ഇത്. മറ്റാരുമായിരുന്നില്ല. മക്കാനിവാസികളെ പീഡിപ്പിച്ച് മർദ്ദിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ പരമശത്രു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. പാവങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ വാങ്ങും, പക്ഷെ പണം കൊടുക്കുകയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചന്തൽ വന്നല്ലോ വീട്ടിലുണ്ടായൊട്ടവി കാണണ്ടല്ലോ വിശപ്പ് തീർക്കാൻ വേണം പണമല്ലോ വില കൂടി കിട്ടിയ ഒട്ടകങ്ങൾ കാണുണ്ടല്ലോ എന്ന് സ്വാമി ചന്തൽ വന്നല്ലോ വീട്ടിലുണ്ടായൊട്ടവി കാണണ്ടല്ലോ വിശപ്പ് തീർക്കാൻ വേണം പണമല്ലോ വില കൂടി കിട്ടിയ ഒട്ടകങ്ങൾ കാണുണ്ടല്ലോ. ക്ഷാമകാലമായിരുന്നു. വിശപ്പ് നിറഞ്ഞ ക്ഷാമമായിരുന്നു മക്കയിൽ. ഗ്രാമീണ പ്രദേശക്കാരനായ ഒരു സ്വാമി വീട്ടിലുണ്ടായിരുന്ന 2 ഒട്ടകങ്ങളിൽ ഒരു ഒട്ടകത്തെ വിറ്റ് തന്റെ സമയം കുറേ കഴിച്ചു കൂട്ടി. പിന്നീട് ഉണ്ടായിരുന്ന മറ്റൊരു ഒട്ടകത്തെ വിൽക്കാൻ ചെന്നൈയിൽ കൊണ്ടുപോയപ്പോൾ പണം കൂടുതൽ കിട്ടിയാൽ തന്റെ ഭാര്യയുടെ മക്കളുടെ ദാഹം വിശപ്പും തീർക്കാം എന്നായിരുന്നു സാദിയുടെ ഭാവന. അത് വാങ്ങിയവനായി അതേ വിഭജിച്ചു. ചന്തായിൽ അബൂജഹൽ കണ്ടല്ലോ നല്ലൊരു ഒട്ടകം ഉടമസ്ഥൻ കണ്ടല്ലോ പട്ടാളക്കാരോടു കൊണ്ടുവന്നപ്പോൾ വീട്ടിൽ വന്നു പണം വാങ്ങാൻ ചെന്നപ്പോൾ അബൂജഹലിന്റെ പട്ടാളക്കാർ വന്നു ഇറാഖിനോട്ട് ഒട്ടകം വാങ്ങി. പണം ചോദിച്ചപ്പോൾ രാവിലെ 8 മണി വീട്ടിൽ വന്നു. ഇറാഖിയോട് തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം അന്ന് അബൂജഹലിന്റെ വീട്ടിൽ ചെന്ന് ഒട്ടകം വിറ്റ് പണം കേൾക്കാറുള്ളി ചെന്ന് ഇറാഖി പട്ടാളക്കാരുള്ളി കിടത്ത് ഇറാഖിയെ വിട്ടില്ല. 3 പ്രാവശ്യം അബൂജഹലിന്റെ വീട്ടിൽ ചെന്നു. പക്ഷേ പട്ടാളക്കാർ വീട്ടിലൂടെ കടത്തി വിട്ടില്ല. ഞാൻ മറ്റൊരു ഗ്രാമീണ പ്രദേശക്കാരനാണ്. നിങ്ങളുടെ നേതാവ് വാങ്ങിയ ഒട്ടകത്തിന്റെ പണം എനിക്ക് തരാനുണ്ട്. അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ പട്ടാളക്കാർ ഞങ്ങളുടെ നേതാവിന്റെ അനുമതിയില്ലാതെ ഒരാളെയും ഒളിലേക്ക് കടത്തി വിടുകയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ഇത് നോക്കി നിൽക്കുന്ന അബൂജഹലിന്റെ മിത്രന്മാരായ കുറ്റമത് അടുത്തേക്ക് വിളിച്ച് സംഭവങ്ങൾ ചോദിച്ചു. അതാണോ നിങ്ങൾ ആളെ കൊണ്ടുവന്നാലോ അബൂജഹൽ പണം തരുകയില്ല. അവൻ പണം തരണമെങ്കിൽ മക്ക മുസ്ലിമുകളിൽ നേതാവായ മുഹമ്മദിനെ കൊണ്ടുവന്നാൽ മാത്രമേ പണം തരികയുള്ളൂ. വേഗം പോയി കൂട്ടിക്കൊണ്ടുപോവാ. തങ്ങളുടെ നഗരത്തിലെത്തി സംഭവങ്ങളെല്ലാം പറഞ്ഞു. കാരണത്തിന്റെ പൂങ്കരനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദുഃഖിക്കുകയും ഒരു അല്പം ദിനം കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി തന്റെ ഭാര്യയുടെ മക്കളുടെ വിശപ്പും ദാഹം തീർക്കാം, നമുക്ക് പോകാം. അല്ലാഹുവിന്റെ മുത്തൂരും ആഴ്ചയും
നട്ടുച്ച നേരം മണൽ താണ്ടി ചെന്നിടുന്നവർ ആയാഞ്ഞിരുന്നു മുത്തരസൂലിതരത്തിനെ ചിരിച്ചിരുന്നു ചാടിടുന്നു കുബുര് തലവറിൽ കണ്ടിരുന്നു അപ്പം രണ്ട് സിംഹം കുട്ടികൾ വിറച്ചു പോയി തടിച്ചു പോയി ജാഹിലവിടമിൽ വീട്ടിപ്പോയി അർത്ഥം ഉടനെ കൊല്ലുമാലിനെ വിവിധങ്ങളും ഈ രാജ്യം രണ്ടുപേരും മക്കാപരഭൂമിയിൽ മണൽക്കരയിൽ കൂടി നട്ടച്ച സമയത്ത് അപ്പോൾ ലക്കമിന്റെ വീട്ടിലെത്തി. എവിടെയാണോ ലക്കം? ഉള്ളിലുണ്ടായിരുന്ന ഭാര്യ പുറത്തു വന്ന് നോക്കി ഭർത്താവിനോട് പോയി പറഞ്ഞു, നിങ്ങൾ എന്നും കാത്തു നിൽക്കുന്ന മക്ക മുഹമ്മദ് വന്ന് നിങ്ങളെ വിളിക്കുന്നു. കേട്ട അബുലക്കം ഓടിപ്പിടിച്ച ഖഡ്ഗവുമായി പുറത്തേക്ക് വന്നു. ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമോ എന്ന് നിമിഷങ്ങൾ മതങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല ഒന്ന് പീഡിച്ച് മറുപടി പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ വാങ്ങി പണം നിങ്ങൾ കൊടുത്തു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനാണ് വന്നത്, വേഗം പണം കൊടുത്തു. മതങ്ങൾ പറഞ്ഞപ്പോൾ പണം ഉണ്ടോ ഇതിലേ വേണ്ടത്തോടുത്തോ ഈ വസ്തുകളുള്ള വസ്തുക്കളെന്തേതാ വേണ്ടത് എന്തും നിങ്ങൾക്ക് എടുത്തു പോയിടാം. പണം എടുത്തുകൊണ്ടാണ് പോയപ്പോൾ അതാ കുറേശ്ശി കൂട്ടരെല്ലാം കണ്ടു അമ്മനെന്നവരാം കുത്തുമ്പത്ത് ശ്രീപത്തിയെല്ലാം കൂട്ടർ നോക്കി ജീവിക്കുകയാൻ അബുജാഹിലിന്റെ വാഴ വന്ന് നോക്കി കരയുകയാൻ ഈ വല്ലാത്ത അത്ഭുതങ്ങൾ എല്ലാം കാണുകയാൻ. നാട്ടിലെ എല്ലാ വസ്തുക്കളും എന്റേതാണ്, വീട്ടുകെടുത്ത് കൂലി മുഹമ്മദനെ എന്ന് പറഞ്ഞപ്പോൾ ദൂരത്ത് നോക്കി നിൽക്കുന്ന പട്ടാളക്ക് റബ്ബറിന് പോയി എന്ത് പറ്റി? ഞാൻ എന്നും രാവിലെ പറയുന്ന മന്ത്രം മുഹമ്മദ് ഒരു തിരക്കിച്ചാൽ കുഞ്ഞും എത്തല്ലേ, എന്ത് പറ്റി? പണം വാങ്ങി നബിയും സഹാബിയും രാജ്യം വീട്ടിലേക്ക് എത്തി. या शफी अल्लाह या हबीब रे सलाम या रसूल रे सलाम या हबीब रे सलाम या रसूल रे सलाम മക്കയിലെ കുറേശ്ശി നായകൻ അബൂജാഹിലിന്റെ വീട്ടിലെ ഒട്ടകത്തെ വാങ്ങി പണം വാങ്ങി യാ ഹബീബരേ യാ ഹബീബരേ യാ ഹബീബരേ മുഹമ്മദിന്റെ ചുമലിൽ രണ്ട് സിംഹം ഞാൻ കണ്ടല്ലോ, അത് എന്നെ തിന്നാന് വേണ്ടി മുന്നിൽ വന്നല്ലോ. യാ ഹബീബരേ യാ ഹബീബരേ സയ്യിദരേ റസൂലരേ യാ ഹബീബുല്ലാഹ് സയ്യിദരേ ഉർസലരേ യാ ശഫീ അല്ലാഹ്.